നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ PSG വിട്ടു പോകും എന്നുള്ളത് പ്രഖ്യാപിച്ചത് മുതൽ ആരായിരിക്കും അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് PSG എത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ആരാധകരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. goal.com അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതനുസരിച്ച് ഫ്രഞ്ച് ചാമ്പ്യൻസ് ഇറ്റാലിയൻ ലീഗിൽ നിന്ന് താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എംബാപ്പെ പോകുമ്പോൾ 200 മില്യൺ യൂറോയുടെ മുകളിൽ പണം ഫ്രീ ആയിരിക്കും അവർക്ക്. അപ്പോൾ അത് റീഇൻവെസ്റ്റ് ചെയ്യാനാണ് PSG ഉദ്ദേശിക്കുന്നത്. 2 താരങ്ങൾ കിച്ച കവളസ്കേലിയയും അതുപോലെ ഒസിംഹനുമാണ് അവരുടെ ടോപ്പ് ടാർഗറ്റ്സ്. ഒസിംഹനെ അവർ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോയ സീസണിലും നടന്നിരുന്നു. ഏതായാലും ഇത്തവണ അത് കൂടുതൽ ഊർജിതമാക്കുന്നു എന്നാണ് ഗസറ്റ ഡെല്ല സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഇറ്റാലിയൻ മാധ്യമമായിട്ടുള്ള ഗസറ്റ റിപ്പോർട്ട് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് goal.com അതിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് PSG അദ്ദേഹത്തെ എത്തിക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് മാത്രമല്ല, ലൂയിസ് കമ്പോസിന് താരവുമായിട്ട് ബന്ധമുണ്ട്. നേരത്തെ ലില്ലിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരുന്നത് ലൂയിസ് കമ്പോസ് ആണ്. പിന്നീട് അവിടെ നിന്നാണ് നാപ്പോളിയിലേക്ക് പോയത്. എന്തായാലും ലൂയിസ് എൻട്രിക്ക് വിക്ടർ ഒസിംഹനെ ലഭിക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഉദ്ദേശം 20 ഗോളുകളെങ്കിലും ഒരു സീസണിൽ അടിക്കാൻ പറ്റുന്ന സ്ട്രൈക്കർ വേണം. അത്തരത്തിലുള്ള കുറച്ച് താരങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കിച്ച കവളസ്കേലിയുടെ കാര്യത്തിൽ PSG കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാപ്പോളിക്ക് താരത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലും ചില ഇറ്റാലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. PSG കിലിയൻ എംബാപ്പയ്ക്ക് പകരക്കാരനെ തേടുന്നു. ഒസിംഹനെയാണ് അവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.